എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ലോകത്തിനുള്ള രഹസ്യം എന്ന പുതിയ ചാപ്റ്റർ വായിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ തുടർന്ന് വായിക്കാം. എന്തിനെങ്കിലും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് സംപ്രേഷണം ചെയ്യപ്പെട്ട ശേഷം ബാഹ്യചിത്രം മാറ്റിവരയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് പാഴ്ശ്രമമാണ്. അതിനു പകരം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കൊണ്ട് മനസ്സിനുള്ളിൽ പുതിയ ചിത്രങ്ങൾ സൃഷ്ടിച്ച് അവയെ പ്രസരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യക്ഷമായതിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ദൃശ്യങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്നു. അത് വർദ്ധിച്ച തീവ്രതയോടെ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വന്നുചേരുന്നു. ആ സംഭവം അല്ലെങ്കിൽ സാഹചര്യം കൂടുതൽ വലുതാകും. കാരണം അതാണ് പ്രകൃതിയുടെ നിയമം. ജാക്ക് കാൻഫീൽഡ് പറയുന്നത് ഇങ്ങനെയാണ്: യുദ്ധവിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ യുദ്ധങ്ങൾക്ക് കാരണമാകുന്നു. മയക്കുമരുന്ന് വിരുദ്ധ പ്രസ്ഥാനം കൂടുതൽ മയക്കുമരുന്ന് പ്രചരിപ്പിക്കുന്നു. കാരണം നമ്മൾ മനസ്സ് കേന്ദ്രീകരിക്കുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യത്തിൽ, അതായത് മയക്കുമരുന്നിൽ ആണെന്നത് തന്നെയാണ്. ലിസ നിക്കോൾസ് പറയുന്നു, എന്തിനെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ അതിൽ മനസ്സ് കേന്ദ്രീകരിക്കണം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, ഐശ്വര്യപൂർണമായ ജീവിതത്തിൽ, നല്ല വിദ്യാഭ്യാസത്തിൽ, സമാധാനത്തിൽ ഒക്കെ മനസ്സ് കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു പ്രത്യേക പ്രശ്നത്തിന് സർവ്വ ഊർജവും പകർന്നു കൊടുക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ജാക്ക് കാൻഫീൽഡ് തുടരുന്നു, ഉജ്ജ്വലമായ വ്യക്തിത്വമായിരുന്നു മദർ തെരേസ. അവർ പറഞ്ഞു, യുദ്ധവിരുദ്ധ റാലിയിൽ ഞാൻ പങ്കെടുക്കില്ല. നിങ്ങൾ ഒരു സമാധാന റാലി നടത്തുകയാണെങ്കിൽ എന്നെയും വിളിക്കുക. അവർക്കറിയാമായിരുന്നു. അവർ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. ഈ ലോകത്ത് അവർ സാക്ഷാത്കരിച്ചത് എന്തെല്ലാമാണെന്ന് നോക്കുക. ഹെയിൽ ജോസ്കിൻ പറയുന്നു, നിങ്ങൾ യുദ്ധവിരുദ്ധൻ ആണെങ്കിൽ സമാധാന പക്ഷക്കാരൻ ആയി മാറുക. നിങ്ങൾ പട്ടിണിക്ക് എതിരാണെങ്കിൽ ജനങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷണം കിട്ടണം എന്ന പക്ഷക്കാരനാവുക. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ആരംഭിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ്. വലിയ കാര്യം എന്തെങ്കിലും സംഭവിച്ചാൽ കൂടുതൽ ആളുകൾ അതിലേക്ക് ചിന്തകളെ തിരിച്ചുവിടുന്നു. ആ കാര്യം കൂടുതൽ വലുതാവുന്നു. ആളുകളുടെ ചിന്തകളും വികാരക്ഷോഭങ്ങളും ആണ് ആ കാര്യത്തെ നിലനിർത്തുന്നതും വലുതാക്കുന്നതും. നമ്മുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറി പകരം സ്നേഹത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ആ സംഭവം പിന്നെ നിലനിൽക്കില്ല. അത് ആവിയായി അപ്രത്യക്ഷമാകും. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്